ഓക്കേ ബോസ്. ഇന്ന് കെട്ടുപൊട്ടുന്നു പോലും എന്നെ തടയാൻ കഴിയില്ല. ഇന്ന് അവർക്ക് മനസ്സിലാവും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. വേഗം ചെയ്യ്. എന്റെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത്? അപ്പൊ ആദ്യത്തെ പേരെന്താ ബോസ്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ സിംഹം സംസാരിക്കുമ്പോ എലികൾ സംസാരിക്കാൻ പാടില്ല എന്ന്. മനസ്സിലായോ? വേഗം ചെയ്യ്. തിന്ന ചോറിനുള്ള പണിയെടുക്ക്. ഇപ്പൊ ചെയ്തോളാം ബോസ്. ഇത്ര വലിയ ബാങ്കിൽ എല്ലാ സ്ഥലത്തും AC ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ വേർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ബോസേ ഒന്ന് താഴോട്ട് നോക്കൂ ബോസേ, താഴോട്ട് നോക്കൂ. ബോസിന്റെ കാലിൽ തീ കത്തുന്നതുകൊണ്ടാ വേർക്കുന്നത്. എടാ നീ എന്ത് പണിയാ ഈ കാണിച്ചത്? വേഗം വന്ന് ഈ തീ കടുത്തടാ, എന്റെ കാല് കൊല്ലുന്നു. എടാ മണ്ടന്മാരെ, ഇങ്ങനെ ഊതിയ തീ കടുന്ന ആരാടാ പറഞ്ഞത്? വേഗം ഒന്ന് ആ ഫാൻ ഫാസ്റ്റ് ആയിട്ട് ഇടടാ. വേഗം ആവട്ടെ, വേഗം. എന്നൊന്നും പിടിക്കല. ഇത് എങ്ങനെങ്കിലും കെടുത്ത് വേഗാവട്ടെ. തീ കെട്ടു ബോസ്. വരൂ ബോസ്. ബട്ടു, വണ്ടി നിർത്ത്. നിർത്തി. കെട്ടുപെട്ടു. നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനം വരെ ഉണ്ടാവുമെന്നാ തോന്നുന്നത്. നമ്മുടെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് വേണ്ടത്ര പൈസ ഉണ്ട്. പൈസ എല്ലാം പുതിയ നോട്ടുകളാ. നിങ്ങൾ എന്റെ ഒപ്പം കൂടിക്കോ, നമുക്ക് ഈ പൈസ പങ്കുവെക്കാം. ഷേർ സിംഗ്, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. പിള്ളേരെ, അവര് രണ്ടുപേരെയും ഉറക്ക്. പാട്ടുപാടി ഉറക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ഡാർഗൺ ഉപയോഗിച്ച് ഉറക്കാമെന്നാണ് പറഞ്ഞത്. അവരെ താഴെ ഇട്ടിട്ട് മാറി നിക്കടാ, മാറി നിക്ക. ഒരു ഡാട്ട് പോലും നിങ്ങൾക്ക് മര്യാദക്കിടാ അറിയില്ലടാ. വേഗം പോയി അവന്മാരെ അടിച്ച് നിരപ്പാക്കാൻ നോക്കടാ. ആ കെട്ടുപെട്ടിട്ട് വെറുതെ വിടരുത്. അറ്റാക്ക്. അല്ല, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നല്ല ഡാൻസ് ആണല്ലോ. അല്ല, ഒന്ന് നിക്കണേ, ഡാൻസിനുള്ള പ്രൈസ് വാങ്ങിക്കണ്ടേ? അവിടെ നിക്ക്. സൂപ്പർ, ആംബുലൻസും വന്നല്ലോ.
ആ വരൂ വരൂ, ഇവിടെയാണ് എല്ലാരും കിടക്കുന്നത്. ഹലോ ആംബുലൻസ്, ഇങ്ങോട്ടേക്ക് വാ, ഇങ്ങോട്ട്. ഇവിടെ കുറെ പേര് ഹോസ്പിറ്റലിൽ പോകാൻ വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് വാ, പെട്ടെന്ന്. ഈ ബട്ട് ഡോർ ഓപ്പൺ ചെയ്യാം. ആ വരൂ വരൂ, ഓരോരുത്തരായിട്ട് വണ്ടി കയറേ. രണ്ടുപേരായിട്ട് കയറരുത്, ടെൻഷൻ ആകേണ്ട കാര്യമില്ല. പതുക്കെ പോയാത്, പതുക്കെ, ധൃതി ഒന്നും വെക്കണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. ഷേർ സിംഗേ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അവിടെ നിക്ക്. സോറി സോറി. ഇവരെയൊക്കെ വിളിച്ചോണ്ട് പോ. ബൈ ബൈ ഷേർ സിംഗ്. കുറച്ചു നേരം പോയി ഹോസ്പിറ്റലിൽ കിടക്കാൻ നോക്ക്. ബൈ ബൈ. നിങ്ങളെ വിടില്ല. വാ വാ, പെട്ടെന്ന് നമുക്കിതെല്ലാം ബാങ്കിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയിടാം. കട്ടുപട്ടു നമ്മളെ എല്ലാരെയും ആംബുലൻസിൽ എടുത്തിട്ട് അയച്ചല്ലേ? ആ ആംബുലൻസ് ഡ്രൈവറെ കൊണ്ട് തന്നെ ഞാൻ അവരെ പകരം വിട്ടാൻ പോവാ. വേണമെങ്കിൽ നോക്കിക്കോ. വെൽക്കം വെൽക്കം. നിങ്ങളും ഞാനും ചേർന്ന് അവന്മാരെ ആംബുലൻസ് ഇട്ടിട്ട് അവറ്റങ്ങളൊരു വഴിയാക്കാം. എടാ പിള്ളേരെ, ഇയാളാണ് ആംബുലൻസ് മാൻ. നല്ല ബലശാലിയാണ്. ഇയാള് വിചാരിച്ച ആരെ വേണമെങ്കിലും പൊക്കിയെടുത്ത് ആംബുലൻസിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ കഴിയും. ഇനി ആ കട്ടുപൊട്ടിന് രക്ഷപ്പെടാൻ കഴിയില്ല. ബോസ് ബോസ്, ഇയാളെ കണ്ടില്ലേ? എത്ര മെലിഞ്ഞിരിക്കുന്നു. ഇയാൾ എങ്ങനെ ഗട്ടുപൊട്ടിന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാ ബോസ്? ഞങ്ങളെ പോലും അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ മീത് സംശയമുണ്ടോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്തിനാ ഇങ്ങനെ ഇടിച്ചു മറിച്ചോണ്ട് പോകുന്നത്? എന്നെ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? ആദ്യം നീ തന്നെ ആംബുലൻസിനകത്തേക്ക് കേറ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഇനി ആർക്കൊക്കെ എവിടെയാണ് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ ഈശ്വരാ, കേട്ടു, എന്റെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെന്തോ വലിയ പ്രശ്നം നടക്കാൻ പോകുന്നുവെന്ന്. അതും ഇപ്പൊ തന്നെ. കണ്ട ഇതാരാ പുതിയതായിട്ട്? അല്ല, നീ ആരാ? ഞാൻ ആംബുലൻസിനൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഞാനാണ് ആംബുലൻസ് മാൻ. മരുന്നൊന്നും കൊടുക്കാതെ തന്നെ ആംബുലൻസിലിട്ടിട്ട് ഞാൻ ആർക്ക് വേണമെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഗട്ടുപട്ടു, നിങ്ങളും ഷേർ സിംഗും ചേർന്നാണ് എല്ലാ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഗാർഡ്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മോഷണം നടക്കുന്നുണ്ട്. ഷേർ സിംഗും നിങ്ങളും മോഷ്ടിച്ച സാധനങ്ങളൊക്കെ വീതിച്ചെടുക്കുകയാണ് അല്ലേ? നിങ്ങൾ കാരണം ഈ പാവം ഗാർഡ്സ് ആണ് എപ്പോഴും അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇവര് കാരണല്ലേ നിങ്ങളെ തല്ല് വാങ്ങുന്നത്. അങ്ങനെ ഒന്നുമില്ല സാജി, അതല്ല കാര്യം. ഞങ്ങളുടെ സാജി നല്ല ആൾക്കാരാണ്. നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ. പക്ഷെ ഇയാള് നമ്മുടെ ബോസിനെ കുറിച്ച് എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറയുന്നത്? പറഞ്ഞേ. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഞങ്ങളെ തന്നെ കള്ളന്മാരെന്ന് വിളിച്ചത്? ഞാൻ കാണിച്ചു തരാം ആരാ കള്ളനെന്ന്. വേണ്ട, കേറിക്കോ ആംബുലൻസിനകത്ത് വേഗം. ഇതെന്താ? കേട്ടു എന്റെ സുഹൃത്തെ, നിനക്ക് എന്ത് പറ്റി? നീ വിഷമിക്കണ്ട, നീ ഒട്ടും തന്നെ വിഷമിക്കണ്ട. എന്തിനാ നിന്റെ സുഹൃത്തിനോട് ചോദിക്കുന്നത്? നീ എന്നോട് ചോദിക്ക്. നീയും കേറിക്കോ.
നിങ്ങളുടെ ബോസ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. അവിടുന്ന് നേരെ അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. നിങ്ങൾ എല്ലാവരും ഇവിടെ ജോലി തുടരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും 4 മടങ്ങ് ശമ്പളം കൂടുതൽ കിട്ടും. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവര് കൈ പൊക്കാം. ഓ ഇതെന്തൊക്കെയാണ് സാബ്ജി? എന്ത് പറ്റി? നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലേ? ഞാൻ ജോലി ചെയ്യാൻ പോവാണ്. പക്ഷെ നിങ്ങൾ കണ്ടോളൂ, ഗട്ടു പട്ടു സാബ്ജി തിരിച്ചു വന്നതിന് ശേഷം അവര് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യില്ല സാബ്ജി.